പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പുസ്തക പ്രകാശന ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. ഡോക്ടർ മേജർ നളിനി ജനാർദ്ദൻ എഴുതിയ ശനിദേവ കഥകൾ എന്ന പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശിതമാകുന്നത്. ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ഭാരതീയ സമാജിൻ്റെ ദേശീയ ചെയർമാനും അതുപോലെ തന്നെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാനുമായ ശ്രീ BS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമ്മുടെ വൈജ്ഞാനിക സാഹിത്യ മഹാപ്രതിഭയായ ഡോക്ടർ MR തമ്പാൻ സാറാണ്. അദ്ദേഹമാണ് സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചീഫ് എഡിറ്റർ. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ കവടിയാർ രാമേന്ദ്രൻ സാറാണ്. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ സാഹിത്യകാരൻ, അധ്യാപകൻ, അതുപോലെ തന്നെ വളരെ നർമ്മം കലർത്തി സംസാരിക്കുന്ന ഒരു പ്രഭാഷകൻ, അങ്ങനെ എല്ലാ വിധത്തിലും നമുക്ക് പ്രിയങ്കരനായ കവടിയാർ രാമേന്ദ്രൻ സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. പുസ്തകം സ്വീകരിക്കുന്നത് ശ്രീമതി ശാന്ത തുളസീധരൻ മാഡം. എഴുത്തുകാരിയാണ്, അതുപോലെ പ്രഭാഷകയാണ്. മാഡത്തെയും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്നത്തെ ചടങ്ങിൽ ആശംസ നേരുന്നത് ആദ്യമേ ഡോക്ടർ NMR നായർ. അദ്ദേഹം NV പുരസ്കാരം കിട്ടിയ വൈജ്ഞാനിക സാഹിത്യകാരനാണ്. ശാസ്ത്ര സാഹിത്യത്തിലുപരിയായി ധാരാളം ചെറുകഥകളും നോവലുകളും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എഴുത്തുകാരിയെ പറ്റിയാണ് അടുത്തായി പറയാനുള്ളത്. മുൻ ആർമി ഡോക്ടറാണ്, ഫാമിലി മെഡിസിനിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്, ആകാശവാണി ദൂരദർശനിലെ ഗായികയാണ്. ജനപ്രിയമായ 38-ലധികം പുസ്തകങ്ങളുടെയും അതുപോലെ തന്നെ 10-ലധികം സംഗീത ആൽബങ്ങളുടെയും രചയിതാവാണ്. ഒരു ഡസനോളം ജനപ്രിയ ആനുകാലികങ്ങളിലെ എഴുത്തുകാരിയും കോളമിസ്റ്റുമാണ്. ഇന്ത്യൻ ആർമിയിലൂടെ രാജ്യസേവനം, വൈദ്യശുശ്രൂഷ, ആരോഗ്യ സേവനം, സാഹിത്യ സേവനം, സംഗീത സേവനം, സാമൂഹ്യ ക്ഷേമ സേവനം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് വളരെയധികം പ്രശംസ നേടാൻ കഴിഞ്ഞ വ്യക്തിയാണ്. അതിനു മുമ്പായിട്ട് വിട്ടുപോയി ആശംസ തരുന്ന ഒരു പ്രധാന വ്യക്തിയെ വിട്ടുപോയിട്ടാണ് പറഞ്ഞത്. പ്രൊഫസർ കേണൽ ഡോക്ടർ കാവുമ്പായി ജനാർദ്ദൻ, അദ്ദേഹമാണ് ഇന്ന് ഈ ചടങ്ങിൽ ആശംസ നേരുന്ന മറ്റൊരു വ്യക്തി. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഗ്രന്ഥകാരിയുടെ ഭർത്താവ് തന്നെയാണ്. അതേപോലെ തന്നെ ഗ്രന്ഥകാരിയോടൊപ്പം അതേപോലെ തന്നെ പ്രഗത്ഭനായ വ്യക്തിത്വമാണ്. 12ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മോട്ടിവേഷണൽ സ്പീക്കറാണ്. വളരെയധികം പ്രഭാഷണങ്ങളും ആനുകാലികങ്ങളിലും അതുപോലെ ധാരാളം എഴുത്തിൻ്റെ മേഖലകളിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി ഗ്രന്ഥകാരിയെ പറ്റി തുടർന്ന് പറയാം. അങ്ങനെ ധാരാളം മേഖലകളിൽ വ്യക്തിത്വം തെളിയിച്ച പ്രശസ്തമായ വ്യക്തിയാണ് മേജർ നളിനി ജനാർദ്ദനൻ. ഈ പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായ ഒരു പുസ്തകമാണ്. ഏകദേശം 38 പുസ്തകങ്ങൾ രചിച്ചു കഴിഞ്ഞു. ഈ പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ശനിയാഴ്ചയാണ് ഇന്ന്. ശനിദേവനെ പറ്റിയുള്ള പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശിതമാകുന്നത്. നമുക്ക് ശനിദേവനെ കുറിച്ചുള്ള സമസ്ത വിവരങ്ങളും അടങ്ങുന്ന ഒരു പുസ്തകമാണ് ഇത് രചിച്ചിട്ടുള്ളത്. നമുക്ക് ധാരാളം ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ അനുഭവ കഥകളും പങ്കുവെച്ചുകൊണ്ടുള്ളൊരു പുസ്തകമാണ്. നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്നത് ശനി എന്ന് പറയുന്ന ഒരു ശനി പിടിച്ച ഒരു നെഗറ്റീവ് എനർജി എന്ന നിലയിലാണ് നമ്മളതിനെപ്പറ്റി പറയാറുള്ളത്. പക്ഷേ ഈ പുസ്തകം വായിക്കുമ്പോൾ അങ്ങനെയല്ല. ശനി നല്ല എനർജി തരുന്ന ഒരു ദേവനാണ്. അതുപോലെ ശനിദേവൻ വളരെ ദയയോടുകൂടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്, ദേവനാണ്. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലെ അനുഷ്ഠാനങ്ങൾ എന്തൊക്കെ ചെയ്താൽ ധാരാളം പ്രീതി തരുന്ന ദേവനാണ് എന്ന രീതിയിലാണ് ഈ പുസ്തകത്തിൽ നമുക്ക് ധാരാളം അനുഭവങ്ങൾ കൂടെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഏഴകണ്ഠ ശനി അങ്ങനെ അതുപോലെ കണ്ടകശനി എന്നൊക്കെ പറയുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. നമ്മൾ ശനിദേവനെ എത്രയും പൂജിച്ചാൽ അത്രയും പ്രീതിയോടുകൂടി നമ്മളെ സഹായിക്കുകയും നമ്മുടെ കൂടെ നടക്കുകയും നമുക്ക് കർമ്മഫലത്തിൻ്റെ ദാതാവുമായ ദേവനാണ് ശനി എന്നുള്ളത് വളരെ വ്യക്തമായി ഈ പുസ്തകത്തിൽ കൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് മാഡം ചെയ്തിട്ടുള്ളത്. ഈ പുസ്തകം വളരെ വ്യത്യസ്തമായൊരു പുസ്തകമാണ്. ഇങ്ങനെ ഒരു പാരായണക്ഷമതയുള്ള ഭാഷയിൽ കൂടെ ഈ പുസ്തകം നമുക്ക് തന്നതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിൽ സദ്ഭാവന ട്രസ്റ്റിനുള്ള സന്തോഷം രേഖപ്പെടുന്നു. ഒപ്പം ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഈ രൂപത്തിലെത്തിച്ച ബിയോണ്ടിലെ ശ്രീകുമാർ ഇവിടെയുണ്ട്. ശ്രീകുമാറിനെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയിട്ടുള്ള എല്ലാ സാഹിത്യ സ്നേഹികളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യ
1982 ഞാനിങ്ങനെ കാൻഫഡിൻ്റെ പ്രസിദ്ധീകരണ കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന കാലത്ത് നവസാക്ഷര സാഹിത്യം അക്ഷരം പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടുന്ന പുസ്തക സൃഷ്ടി ഇപ്പോൾ സാധാരണ സാഹിത്യത്തിൽ നിന്ന് വ്യത്യസ്തമാണത്. ലളിതമായ ഭാഷയിൽ ചെറിയ വാക്യങ്ങളിൽ ഒരു രചന നടത്തണം. നവസാക്ഷര കാരണം എഴുത്തും വായനയും പഠിച്ചു തുടങ്ങുന്ന പുതിയ ആളുകൾക്ക് വേണ്ടുന്ന ഒരു പ്രത്യേക രചനാ വൈഭവം. അതിനുവേണ്ടി നമ്മുടെ നിലവിലുള്ള അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ സാഹിത്യകാരന്മാരുടെ ശില്പശാലകൾ തിരുവനന്തപുരത്തും കോഴിക്കോടും നടത്തുവാൻ തീരുമാനിച്ചു. കോഴിക്കോട് നടന്ന ശില്പശാലയിൽ പങ്കെടുത്ത ഒരു സാഹിത്യകാരനാണ് ശ്രീ കാവുമ്പായി ജനാർദ്ദനൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകം 1982 എനിക്ക് പ്രസിദ്ധീകരിക്കാനായി എന്നുള്ളതാണ്. 43 വർഷം മുമ്പ്. ഇന്ന് അദ്ദേഹം വന്നിങ്ങനെ കാവുമ്പായി ജനാർദ്ദനൻ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് കാവുമ്പായി ജനാർദ്ദനൻ ഞാൻ 43 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയായിരുന്നു. അദ്ദേഹത്തെ വീണ്ടും കാണുവാൻ കഴിഞ്ഞത് വളരെ വലിയ ഒരു കാര്യമായി കാണുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി നളിനി ജനാർദ്ദനൻ അദ്ദേഹത്തെക്കാളും മികച്ച രചന നടത്തുന്ന രചനാ വൈഭവമുള്ള ഒരു സാഹിത്യകാരിയാണ്. മിലിറ്ററിയിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ പ്രവർത്തിച്ച ആളാണ്, ഡോക്ടറാണ്, നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. ഇന്നിവിടെ ശനീശ്വരനെ കുറിച്ചുള്ള പുസ്തകമാണ് പ്രകാശിതമാകുന്നത്. അപ്പോൾ ഡോക്ടർ എം എൻ ആർ നായർ ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ എന്നോട് ചോദിച്ചു, ഇവിടെ വെച്ച് മുറിയിൽ വെച്ച് ചോദിച്ചു, സാർ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. സദ്ഭാവന ട്രസ്റ്റ് എനിക്ക് ഈ പുസ്തകത്തെക്കുറിച്ചാണ് ചോദിക്കാനുള്ളത്. ഇങ്ങനെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന നിലയിൽ ഇങ്ങനെ ഇത്തരം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുക എന്നത് എങ്ങനെ എന്നെനിക്ക് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കറിയുന്ന അറിവ് വളരെ കുറവാണ്. വിശ്വാസം അന്ധവിശ്വാസവും നമുക്കൊന്നും അറിയില്ലല്ലോ. ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, പ്രപഞ്ചനീതിയെക്കുറിച്ച്, സംഹിതകളെക്കുറിച്ച് ഒന്നും അറിയില്ല. വളരെ പ്രാഥമികമായ ചില കാര്യങ്ങൾ ധരിച്ചു വെച്ചിട്ടാണ് നാം ഇങ്ങനെ വാദവരാതെ പ്രപഞ്ചശക്തികളെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈ ഈശ്വരനെക്കുറിച്ച്, ശനിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു ബന്ധു അകാലത്തിൽ വിധവയായി. അവരെ വിവാഹം കഴിച്ചത് വളരെ മിടുക്കനായ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അയാൾ മരിച്ചതിന് ശേഷം ഈ കുട്ടി എൻ്റെ കയ്യിൽ അതിൻ്റെ ജാതകം നോക്കാനായിട്ട് അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ജാതകം വേണ്ട ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് തന്നു. ഞാൻ പിന്നെ ചേട്ടാ, ഈ ഏതെങ്കിലും നല്ല ജ്യോത്സ്യന്മാരുണ്ടെങ്കിൽ സമയം നോക്കിയാൽ നന്നായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ പരിചയത്തിലൊരു ജ്യോത്സ്യനോട് ഈ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു. അപ്പം അയാളിങ്ങനെ ഈ കബഡിയൊക്കെ നിർത്തിയിട്ട്, നമ്മൾ അന്ധവിശ്വാസത്തെ കുറിച്ച് പറയാം, കബഡിയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് അയാൾ ആദ്യം ചോദിച്ചത് ഇവരുടെ ഹസ്ബൻഡ് ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇയാൾക്ക് യാതൊരു ബന്ധമില്ലാത്ത, വളരെ, ഇവർക്ക് 50 വയസ്സാകുന്നു, ഇവർക്ക് കണ്ടകശനിയുടെ തുടക്കമാണ്, ഹസ്ബൻഡ് ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന നിലയിലാണ് ഈ രാശികൾ എന്ന് പറയുന്നത്. ഇതിൽ വിശ്വാസമാണ് അന്ധവിശ്വാസമാണെന്ന് കേട്ടാൽ ഞാൻ സാക്ഷിയാണ്, എന്നോടാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അപ്പം അത് സംഭവിച്ചില്ലെങ്കിൽ അവരുടെ മക്കൾക്ക് ജീവഹാനി സംഭവിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. 2 മക്കളാണ്. അപ്പോൾ ഈ കണ്ടകശനി വരുന്നത്, ഇത് കണ്ടകശനി കൊണ്ടേ പോകുന്നില്ലേ, അങ്ങനെ ഒരു സംഭവം. ഇത് ഈ ശനീശ്വരനെ കുറിച്ച്
ഉള്ള ഒരു അറിവ് നൽകുന്ന ഒരു പുസ്തകമാണ് ശ്രീമതി നളിനി ജനാർദ്ദനൻ. ഡോക്ടറാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ പുസ്തകം. ശനിയെക്കുറിച്ചുള്ള സകലമാന വിഷയങ്ങളും പരാമർശിച്ചുകൊണ്ടാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. എന്നോട് മുമ്പൊരു സിദ്ധനായ ഒരു വ്യക്തി, അദ്ദേഹം ഇങ്ങനെ ഒരു ആശ്രമമൊക്കെ സ്ഥാപിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു വളരെ പ്രായം ചെന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തെ പോയി ഇങ്ങനെ കാണുമായിരുന്നു, കണ്ടിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഓരോ കാലത്തും ഓരോ സമയദോഷവും നല്ല സമയം ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ സമയദോഷം എന്ന് പറയുമ്പോൾ രാശികളുടെ മാറ്റത്തിനാണ് സമയദോഷം എന്ന് പറയുന്നത്. ഇപ്പോൾ ശനിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രാഹുവിൻ്റെ അപഹാരം ഇങ്ങനെ ഇത് വരുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ അപഹാരം വരുമ്പോൾ ഈ അപഹാരത്തിന് മാറ്റം ചെയ്യുവാനായി നമ്മളൊന്നും ചെയ്യില്ല, അല്ലെങ്കിൽ അങ്ങനെ ശനി പിടിച്ചു 20 വർഷം ശനിയായി പെട്ടുപോയി എന്ന് പറഞ്ഞ് നടക്കുന്നത് പോലെ നമ്മൾ ജീവിക്കാറുണ്ട്. പക്ഷേ നമ്മെ ഉപദ്രവിക്കാൻ വരുന്ന ഏത് ഗൂണ്ടയോടാണെങ്കിലും നമ്മൾ തൊഴുതു പറഞ്ഞാൽ, ആ ഗൂണ്ടയെ പ്രകീർത്തിച്ചാൽ ഗൂണ്ടയ്ക്ക് മനസ്സ് മാറ്റം വന്ന് നമ്മെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അദ്ദേഹം പറയും, ഏത് ഗൂണ്ടയാണെങ്കിലും എത്ര മോശപ്പെട്ട ഒരാളാണെങ്കിലും നാം ഇങ്ങനെ ആ ഗൂണ്ടയോട് ഗൂണ്ടച്ചേട്ടാ എന്ന് പറയും. നമ്മൾ ആ ഗൂണ്ടയോട് വളരെ സ്നേഹത്തിൽ പെരുമാറിയാൽ ഈ ഒരു അപകടം ഉണ്ടാവില്ലെന്ന്. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിലാണ് ഞാൻ ഒരു നല്ല വൈസ് അഡ്വൈസാണ് എനിക്ക് കിട്ടിയത്. കാരണം ഗൂണ്ടകളോടും വളരെ ബഹുമാനപൂർവ്വം പെരുമാറുക, സ്നേഹപൂർവ്വം പെരുമാറുക എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഈ സ്മിതയോടൊക്കെ പെരുമാറും പോലെ ഗൂണ്ടകളോട് പെരുമാറില്ല, മനസ്സിലായി. ഗൂണ്ടകളോട് പെരുമാറുന്ന വളരെ സ്നേഹത്തിൽ പെരുമാറും, മനസ്സിലായില്ലേ. വളരെ വളരെ കാരണം ആ ഒരു അതിൽ നിന്നൊരു പാഠമാണ്. അപ്പോൾ ഈ ശനി അല്ലെങ്കിൽ ഏതെങ്കിലും നക്ഷത്രങ്ങൾ നമുക്ക് ദോഷമെന്ന് പറഞ്ഞാൽ ആ നക്ഷത്രത്തെ നമ്മൾ നിരന്തരം ആരാധിക്കുക എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ടീച്ചറിൻ്റെ ഈ ഡോക്ടറുടെ പുസ്തകത്തിൽ തന്നെ ശനീശ്വരനെ നമ്മൾ ആരാധിക്കണം, ശനിയെ നമ്മൾ ആരാധിക്കണം എന്ന് പറയും. ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേക വഴിപാടും പൂജയും ഒക്കെ ശനിക്ക് നടത്തണമെന്ന് പറയാറുണ്ടല്ലോ. അത് വഴിപാടും പൂജയും നടത്തിയില്ലെങ്കിൽ പോലും നമ്മുടെ ഒരു മനസ്സിൽ സന്തോഷത്തിന് വേണ്ടി ശനിദേവന് ഒരു മന്ത്രം പഠിച്ചില്ലെങ്കിൽ ശനീശ്വരായ നമഃ എന്നെങ്കിലും പറയാമല്ലോ, മിനിമം. പിന്നെ ഈ ശനിക്ക് കുറച്ചൊരു സ്നേഹ ബഹുമാനമുള്ളത് ഹനുമാനോടാണ്. പിന്നെ ഹനുമാനോടുള്ള ബഹുമാനമാണ്, ഗണപതിയോട് ഭയമാണ്. ഗണപതിയാണ് ശനിയെ തൂക്കിയെടുത്ത് എറിഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഗണപതിയെ ഭയമാണ്. ശനി ഹനുമാനോട് സ്നേഹമാണ്. അപ്പം അതുകൊണ്ടാണ് ആളുകൾ ഹനുമാനെ ശനിയാഴ്ച ആരാധിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. ഹനുമൽ പ്രതി വളർത്തിയാൽ ശനി ഒന്ന് ഇയാൾ ഹനുമാൻ്റെ സ്വന്തം ആളാണ്, അതുകൊണ്ട് നമുക്കൊന്ന് ഉപദ്രവിക്കേണ്ട എന്ന് പറഞ്ഞ് ശനി അങ്ങ് മാറിപ്പോകും. ഗണപതിയെ നമ്മളിങ്ങനെ നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നത് ഗണപതിയെ ഭയമാണ്. ഗണപതി തൂക്കി എടുത്തെറിഞ്ഞിട്ടുള്ളതാണ് ശനിയെ. ശിവന് ശനിയുടെ അപകടം ഉണ്ടായിട്ടുണ്ട്, ശനി ശിവനെ ഉപദ്രവിച്ചിട്ടുണ്ട്, മറ്റെല്ലാം. അപ്പം അതുകൊണ്ട് ഈ ശനീശ്വര പൂജ, ശനിയെക്കുറിച്ച് നമുക്ക് ധാരാളം കഥകളും ശനിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയുവാനുമുണ്ട്. അത് ശരിയോ തെറ്റോ, ശാസ്ത്രമോ സത്യമോ മിഥ്യയോ ഇത് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ലോകത്ത് ഇന്ന് പൊതുവിൽ നാം മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ തന്നെ നമ്മെ ജീവിക്കാൻ രൂപപ്പെടുത്തിയ സമ്പ്രദായങ്ങളാണ്. വേദോപനിഷത്തുകളിലും ഇതിഹാസങ്ങളിലുമൊക്കെ തന്നെ മാലിന്യം കലർന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാരതത്തിൻ്റെ സംസ്കൃതിയാണ്, ഭാരതം എന്ന് പറയുന്നത് ലോകമാണ്, ലോകത്തിൻ്റെ അടിസ്ഥാന സംസ്കൃതിയാണ് ഈ വേദോപനിഷത്തുകളും ഇതിഹാസങ്ങളെന്ന് പറയുന്നത്. ആ വേദോപനിഷത്തുകളിലും ഇതിഹാസങ്ങളിലും ഒക്കെ തന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമുണ്ടായ ഒരു വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തെ ശങ്കരാചാര്യർ സൃഷ്ടിച്ചു എന്ന് പറയുന്ന വർണ്ണവ്യവസ്ഥ, ശങ്കരാചാര്യർ വർണ്ണവ്യവസ്ഥ സൃഷ്ടിച്ചില്ല, കർമ്മവ്യവസ്ഥയാണ് സൃഷ്ടിച്ചത് എന്ന് ശങ്കരാചാര്യർ തന്നെ നമ്മോട് നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് പറയുമ്പോൾ ആർക്കും വിശ്വാസം വരത്തില്ല.
ശങ്കരാചാര്യൻ നമ്മോട് നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നാം വർണ്ണവ്യവസ്ഥ ഉണ്ടാക്കിയില്ല, കർമ്മവ്യവസ്ഥ ഉണ്ടാക്കിയത്. ശങ്കരാചാര്യ രാഷ്ട്രീയ പ്രവർത്തകരെ, സൊസൈറ്റിയെ കമാൻഡ് ചെയ്യുന്ന ആളുകളെ ക്ഷാത്രവംശര്, ക്ഷത്രിയരായും, സമൂഹത്തെ വിദ്യാഭ്യസിപ്പിക്കുന്ന ആളുകളെ, അറിവ് പകർന്നു കൊടുക്കുന്ന ആൾ, സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ആളുകളെ, ജ്ഞാനികളെ, ബ്രഹ്മജ്ഞാനികളെ ബ്രാഹ്മണരെന്നും ബ്രഹ്മജ്ഞാനികളെന്നും, സമൂഹത്തിന് വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, കൃഷി, വ്യവസായം, കച്ചവടം, വൈദ്യം, ആരോഗ്യം തുടങ്ങിയ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവരെ വൈശ്യരെന്നും, സമൂഹത്തെ നേർവഴിക്ക് നയിക്കുവാൻ വേണ്ടുന്ന കർമ്മവ്യവസ്ഥകൾ ആവിഷ്കരിച്ച് ഭരണപരമായ എക്സിക്യൂഷൻ നടത്തുന്ന ആളുകളെ ശൂദ്രരെന്നും 4 വിഭാഗങ്ങളായി മനുഷ്യ സമൂഹത്തെ കർമ്മമേഖല അനുസരിച്ച് തിരിച്ചപ്പോൾ ഇങ്ങനെ ആയിരുന്നു. ഇങ്ങനെ തിരിച്ചപ്പോൾ ഇതിൽ കൃത്യമായി ആചാര്യ സ്ഥാനത്ത് വന്ന ബ്രഹ്മജ്ഞാനികളായി വന്ന ആളുകളെടുത്ത് തലകുത്തനെ വെച്ചു. വെർട്ടിക്കലായി വെച്ചിട്ട് ഇവർ ജ്ഞാനികളല്ലേ, ഇവർ മുകളിൽ ആയിട്ട് പറഞ്ഞു ഞങ്ങൾ ബ്രാഹ്മണർ, പിന്നെ ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. എന്നിട്ട് അകലം കൽപ്പിച്ചു. കുറച്ചാളുകൾ മാത്രം പിടിമുറുക്കിയിട്ട് വ്യവസ്ഥ ഉണ്ടാക്കി, അകലം കൽപ്പിച്ചു. എന്നിട്ട് ഈ അറിവുള്ള ആളുകൾ കൃത്യതയോടുകൂടി കടന്നു ചെന്ന് നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഇതിഹാസങ്ങളിലും ലക്ഷോപലക്ഷം വർഷം മുമ്പാണ് രാമായണവും മഹാഭാരതമൊക്കെ ഉണ്ടായത്. 1,00,000 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിൽ പോലും എഴുതി വെച്ചു. വാൽമീകിയോ മറ്റ് ആരും വാൽമീകി പറയാത്ത, വാൽമീകി ചിന്തിക്കാത്ത കാര്യം പോലും അതിനകത്ത് എഴുതി വെച്ചു, ക്ഷത്രിയ ബ്രാഹ്മണ എന്നൊക്കെ. അന്ന് ക്ഷത്രിയനുമില്ല, ബ്രാഹ്മണനുമില്ല, രാജവംശവും പുരോഹിതരും ഒക്കെയാണുള്ളത്. ക്ഷത്രിയനും ബ്രാഹ്മണനും എന്നൊക്കെ എഴുതി വെച്ചു, മലിനമാക്കി. അതുപോലെ വേദങ്ങളിൽ ഉപനിഷത്തുകളൊക്കെ മലിനമാക്കി. എല്ലായിടങ്ങളിലും കയറിയും മലിനമാക്കി, കൃത്യതയോടുകൂടി മലിനമാക്കി. ശൂദ്രൻ ബ്രാഹ്മണന് വിടുവേല ചെയ്യണമെന്നുള്ള നിലയിൽ വരെ ബ്രഹ്മാവിൻ്റെ പാദങ്ങളിൽ നിന്നാണ് ശൂദ്രൻ ജനിച്ചത് എന്നും, ശൂദ്രനെയും സമൂഹത്തിലെ വലിയ വിഭാഗം ജനങ്ങളെ അകറ്റി നിർത്തണമെന്നും, ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുന്ന നിലയിലുള്ള സമ്പ്രദായങ്ങളുണ്ടാക്കി. നമുക്കറിയാലോ, ഒരു ദേവാലയത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചാൽ, വിഗ്രഹം അവിടെ പണ്ടേ ഉണ്ടായിരുന്നു, വിഗ്രഹം പുനഃപ്രതിഷ്ഠ നടത്തിയാൽ, പുനഃപ്രതിഷ്ഠ നടത്താൻ വരുന്ന തന്ത്രിയാണ്. ആരെങ്കിലും വിളിച്ച തന്ത്രി. അപ്പോൾ തന്ത്രി വന്ന് പുനഃപ്രതിഷ്ഠ നടത്തിയിട്ട് തന്ത്രി ചോദിക്കും, ഈ ദേവാലയം എത്ര ദിവസം തുറക്കണം? മാസത്തിലൊരു ദിവസം വേണോ, അല്ലെങ്കിൽ ആഴ്ചയിലൊരു ദിവസം വേണോ, എല്ലാ ദിവസവും വേണോ? ഏത് തീരുമാനം നമുക്കിപ്പോൾ തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ പലരും പല വിധത്തിൽ പറയും, ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ എല്ലാ ദിവസവും എന്നൊക്കെ പറയും. തന്ത്രി പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഇതായി. എന്നിട്ട് തന്ത്രി കൽപ്പിക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഷർട്ടിട്ടുകൂടാ, ആളെ കയറ്റിക്കൂടാ, ഈ ദൈവത്തിന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഈ വിധത്തിൽ ഓരോ കൽപ്പിക്കും. തന്ത്രി ദൈവത്തിൻ്റെ അച്ഛനാണെന്നാണ് പിന്നീട് പറയണത്. ആ നിലയിൽ ഉള്ള അനാചാരങ്ങൾ അടിച്ചേൽപ്പിച്ചത് ഈ തന്ത്രിമാരെന്ന് പറയുന്നത് ഈ പുരോഹിത വംശത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്, പുരോഹിതരിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പുരോഹിതൻ പറഞ്ഞാൽ അത് കേൾക്കണമെന്നാണ്. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ വീട്ടിലൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തി. അവിടെ ഒരു ദിവസം രാവിലെ ഞാൻ ചെന്ന് തൊഴുമ്പോൾ അവിടെ ചിലതൊക്കെ നിന്ന് തൊഴുന്നു. അപ്പോൾ ഞാൻ നേരെ ചെന്ന് അകത്ത് കയറി തൊഴുക. അപ്പോൾ ഞാൻ ഷർട്ട് ഇട്ടുകൊണ്ടാണല്ലോ കയറിച്ചില്ല. ഒരു ചെറുപ്പക്കാരൻ നിന്ന് ഷർട്ട് എന്നെങ്കിലും കാണിക്കും, ഷർട്ട് ഇട്ടേന്നു. ഞാൻ അപ്പോൾ അത് കഴിഞ്ഞ് കറങ്ങത്ത് ഷർട്ട് ഇട്ടു. അപ്പോൾ ആണ് പോറ്റി പറഞ്ഞത് ആൾ ഇന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് പറഞ്ഞു, ഈ ക്ഷേത്രത്തിൽ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ഷർട്ടിടാം. ഇവിടെ എല്ലാവർക്കും ഒന്ന് തൊഴാനും ഏത് വിധത്തിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യ അവകാശമുണ്ട്. വേറെ ചട്ടങ്ങൾ ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് അപ്പം തന്നെ അവസാനിച്ചു. ഇല്ലെങ്കിൽ അവിടെ ഇപ്പോൾ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കി വെച്ച് അങ്ങനെയാണ് മറ്റേ ഉടുപ്പൂരണം, മറ്റേ ഇങ്ങനെ തറയിൽ ഉരുളണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമല്ലോ. ഉരുണ്ടാലേ ദൈവത്തിന് ഇഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അനാചാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ആരാധന സമ്പ്രദായങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസങ്ങളിൽ മാലിന്യം കലർത്തിയ ഒരു വലിയ സമ്പ്രദായം നമ്മുടെ സങ്കല്പങ്ങളിലെ ആരാധനാമൂർത്തികളുടെ പേരിൽ
അടിച്ചേൽപ്പിക്കപ്പെട്ടു. അങ്ങനെ ശനിദേവൻ്റെ പേരിലും ശനീശ്വരൻ്റെ പേരിലും ധാരാളം കഥകൾ പ്രചരിപ്പിക്കുകയും അങ്ങനെ ആചാരവ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള കാലത്താണ് ശ്രീമതി നളിനി ജനാർദ്ദനൻ്റെ ഡോക്ടർ നളിനി ജനാർദ്ദനൻ്റെ ഈ പുസ്തകം ഇവിടെ സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. നമുക്ക് തുടർന്ന് ധാരാളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാം. ശനീശ്വരനെക്കുറിച്ച് ഈ ഒരു പുസ്തകത്തിൽ അവസാനിപ്പിക്കേണ്ട. ശനീശ്വരനെക്കുറിച്ച് നമുക്ക് 100 പുസ്തകങ്ങൾ വേണമെങ്കിൽ ഇറങ്ങാം. ആരൊക്കെ എഴുതുന്നു അതൊക്കെ പ്രസിദ്ധീകരിക്കാം. ആളുകൾ വായിക്കട്ടെ. എല്ലാ ശുക്രനെക്കുറിച്ചും ബുധനെക്കുറിച്ചും ചൊവ്വയെക്കുറിച്ചും വ്യാഴനെക്കുറിച്ചും എല്ലാവർക്കും നമുക്ക് എഴുതാം. ആദിത്യനെക്കുറിച്ചൊക്കെ എഴുതാം. നിങ്ങൾക്ക് ആർക്കൊണ്ടെങ്കിൽ എഴുതാം. എഴുതിയാൽ നമുക്ക് പ്രസിദ്ധീകരിക്കില്ല. അത് സന്തോഷമായിരുന്നു. സാറൊരു പുസ്തകം എഴുതണം, കാവം പൈസ. കാരണം സാറിൻ്റെ ഒരു പുസ്തകം ഉറപ്പായിട്ട് വേണം. അപ്പോൾ നമ്മൾ അങ്ങനെ പുസ്തകങ്ങൾ എമ്മനാഥൻ സാറ് ശാസ്ത്ര സാഹിത്യകാരനാണ്. അദ്ദേഹം ഇനി നമുക്ക് വേണ്ടി ഒരു 50 പുസ്തകം എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ സന്തോഷത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഒരു നല്ല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സദ്ഭാവന ട്രസ്റ്റിന് ഏറെ സന്തോഷമാണുള്ളത്. നമുക്കൊരു മോഹമുള്ളത് ഈ വരുന്ന 2 വർഷം കൊണ്ട് രാജ്യത്തെ പ്രമുഖ ഒരു പ്രസാധകരായി സദ്ഭാവന ട്രസ്റ്റിനെ മാറ്റണമെന്നുള്ളതാണ്. തമ്പാൻ സാറ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച വ്യക്തിയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ 4000 പുസ്തകങ്ങളെല്ലാം കൂടെ ചേർന്നാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. നമുക്ക് സദ്ഭാവന ട്രസ്റ്റിൽ മാത്രമായി അത് കടത്തി വെട്ടിക്കൊണ്ട് 10,000 പുസ്തകം പ്രസിദ്ധീകരിക്കണം തമ്പാൻ സാറിനെ കുറിച്ച്. അതാണ് നമ്മുടെ മോഹം. തമ്പാൻ സാറ് ആ ഒരു ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ലോകത്ത് പ്രസിദ്ധീകരിച്ച വ്യക്തിയെന്ന് ഒരു പബ്ലിക്കേഷൻസിൽ പുസ്തകം പ്രസിദ്ധീകരിച്ച വ്യക്തിയെ നമുക്ക് സ്ഥാപിച്ചെടുക്കണം. അത് നമ്മുടെ മോഹമാണ്. ആ നിലയിൽ ഒരു സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു. ഇന്ന് ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്ന ഡോക്ടർ കവടിയാർ രാമചന്ദ്രനാണ്. ഒരു തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ്. കുടുംബപരമായി അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ എത്രയോ കാലം നമ്മുടെ പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും അവിടുത്തെ ഉത്സവത്തിന് വേട്ടക്കുറിപ്പായി പങ്കെടുത്തുകൊണ്ട് ഒരു വലിയ ജനങ്ങളുടെ ഭക്തി ആദരവ് ഏറ്റുവാങ്ങിയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ പിതാവെന്ന്. ഇപ്പോൾ രാമേന്ദ്ര സാറൊക്കെ ഒരു ആ നിലയിൽ ആ പശ്ചാത്തലം സാറിൻ്റെ കുടുംബവും തന്നെ അമ്പലവാസികളെ പോലെയാണ്. എപ്പോഴും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജീവിച്ച ആളുകളാണ്. ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും ഇടപെടുകയും ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ സ്വതന്ത്രമായി ചിന്തിക്കുകയും അഭിപ്രായം അവിടെ ക്രിയേറ്റീവായിട്ടുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഡോക്ടർ കവടി രാമേന്ദ്ര സാറാണ് ഇന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. നമുക്ക് ഏറെ സന്തോഷമുണ്ട്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ശനീശ്വരനെക്കുറിച്ച് ദീർഘമായി ധാരാളം കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ തൽക്കാലം ഡോക്ടറുടെ ഉള്ളതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബാലേന്ദ്രനും ഇതിൻ്റെ താരമായ ഡോക്ടർ നളിനി ഉൾപ്പെടെ വേദിയിലെ സദസ്സിലെ എത്രയും ബഹുമാന്യരെ, ഇനി 5 പ്രസംഗങ്ങളുണ്ട്. എന്നേക്കാളും ഈ വിഷയത്തിൽ ആധികാരികമായി നന്നായി സംസാരിക്കാൻ കഴിവുള്ള കവടിയാറും ശാന്തയും എംഎൻആറും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. സാധാരണ ഈ വിവാഹത്തിന് പൊരുത്തങ്ങൾ നോക്കാറുണ്ട്. 10 പൊരുത്തത്തിൽ 5ഓ 6ഓ ഒക്കെ ആകുകയാണെങ്കിൽ നടത്താം. പക്ഷേ കാവുമ്പായിയുടെയും നളിനിയുടെയും ദാമ്പത്യത്തിൽ 10 പൊരുത്തത്തിന് അതീതമായി കുറേ പൊരുത്തങ്ങളും കൂടിയുണ്ട്. അതൊന്ന് സാഹിത്യ പൊരുത്തമാണ്. കാവുമ്പായി 12 പുസ്തകം ജയിച്ചു. പക്ഷേ നളിനി 39ാമത്തെ പുസ്തകമാണ് എൻ്റെ ഓർമ്മയിൽ ഇപ്പം ഇന്നിവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. കൂടാതെ നളിനി സംഗീതജ്ഞയാണ്. പിന്നെ ടി വിയിലും മറ്റ് മാസികകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതും നളിനിയാണ്. പക്ഷെ ഞാൻ ഈ പുസ്തക പ്രകാശനത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും കവടിയാർ പറഞ്ഞു, ഈ കാവുമ്പായി ഞാൻ കേട്ട് പരിചയമുള്ള ഇതാണല്ലോ അദ്ദേഹം എഴുതിയത്. ഞാനപ്പോഴും പറഞ്ഞു, നമ്മുടെ പാപ്പനംകോടിൻ്റെ കേരളത്തിലെ കഥയോ ഇതൊക്കെ എഴുതിയതായിരിക്കും. ബാലേന്ദ്രനും കാവുമ്പായിയെ നന്നായി പരിചയമുണ്ട്. അപ്പം പുസ്തകത്തിൻ്റെ എണ്ണമല്ല പ്രചാരത്തിന് കാരണം. അങ്ങനെ ഇവിടെ ഏതാണ്ട് അവർ രണ്ടുപേരും ഔദ്യോഗിക
നിലയിലേക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞപ്പം തന്നെ അന്യനാടുകളിലാണ്, മറുനാടൻ മലയാളം. പക്ഷെ മറുനാട്ടിലാണെങ്കിലും അവരുടെ രണ്ടുപേരുടെയും ചിന്ത ഇവിടെയാണ്. വൈലോപ്പള്ളി പറഞ്ഞ പോലെ രണ്ടുപേരുടെയും മനസ്സിൽ മലയാളത്തെക്കുറിച്ചും മലയാള ഭാഷയെക്കുറിച്ചും കവിതയെക്കുറിച്ചും നമ്മുടെ നാടിൻ്റെ ഗ്രാമത്തിൻ്റെ വിശുദ്ധിയും മമതയും കൊന്നപ്പൂക്കളും ഒക്കെയാണ് രണ്ടുപേരുടെയും മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത്. പിന്നെ രണ്ടുപേരും ഡോക്ടർമാരാണ്, MBBS ഡോക്ടർമാരാണ്, ഞങ്ങളെപ്പോലെ PhD അല്ല. കൂടാതെ രണ്ടുപേരും മിലിറ്ററിയിലുമാണ്. അങ്ങനെ ഏറെ പൊരുത്തങ്ങളുള്ള ദമ്പതികളാണ്. അപ്പം ഇതിനിടയ്ക്ക് എന്നോട് ആരോ ചോദിച്ചു എമ്മന്നാറാണെന്ന് വന്നു. അല്ല, ഇവർ ഇത്രയും തിരക്കുള്ള ജോലിയും ഇതുമെല്ലാം ഉണ്ട്, പിന്നെ ഈ ഇത്രയും പുസ്തകം എങ്ങനെ എഴുതുന്നത്? ഞാൻ പറഞ്ഞാൽ അവർ സുഖം കണ്ടെത്തുന്ന, സാനന്ദം കണ്ടെത്തുന്ന പുസ്തകരചനയിലായിരിക്കാം, അതായിരിക്കും മുഖ്യ പരിപാടി എന്ന് തമാശയ്ക്ക് ഞാൻ പറയുകയുണ്ട്. ഇനി കൃതിയിലേക്ക്. ഈ കൃതി ശനിയെക്കുറിച്ച് ബാലേന്ദ്രൻ ഇവിടെ പറഞ്ഞതുപോലെ കണ്ടക ശനി, ഏഴര ശനിയും തൃപ്തിദോഷമുള്ള ദേവനെന്നൊക്കെയാണ് ഞാനും കരുതിയിരുന്നത്. അതല്ല, ശനിദേവൻ നല്ലവനാണ്, നീതിമാനാണ്, സത്യസന്ധനാണ്. ശനിദേവൻ സൂര്യൻ്റെ സൂര്യൻ്റെ ഭാര്യ വിശ്വകർമാവിൻ്റെ മകൾ സഞ്ജയാണ് സൂര്യൻ്റെ ഭാര്യ. പക്ഷെ ഭാര്യയുടെ സഞ്ജയുടെ തോഴിയിലുണ്ടായ പുത്രനാണ് ഈ സൂര്യൻ, നമ്മുടെ ശനിദേവൻ. പക്ഷെ ശനിദേവൻ ശിവനെ പ്രാർത്ഥിച്ചു, ബ്രഹ്മാവിനെയും പ്രാർത്ഥിച്ചു, വരം നേടി. അതേ നേടിയ വരം ഇതാണ്. നമ്മൾ ഈ മനുഷ്യരിൽ സത്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് നല്ലതും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് മറ്റ് അപകടങ്ങളും ദുരന്തങ്ങളും വരുത്താനുള്ള വരമാണ് അദ്ദേഹം വാങ്ങിച്ചത്. അപ്പം അത് ആ വരം അദ്ദേഹം നടത്തുന്നു. അപ്പം അദ്ദേഹത്തിന് ആർക്കെങ്കിലും ഏഴര ശനി ഉണ്ടായി, കണ്ടക ശനി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലിരിപ്പ് ദോഷം കൊണ്ടാണ്, അവരുടെ കർമ്മദോഷം കൊണ്ടാണ് അത് ഉണ്ടാകുന്നത്. അവിടെ നല്ല കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല ഫലം ഉണ്ടാകും, ചീത്ത ഫലം കണക്ക് ചെയ്യും. അങ്ങനെ സമൂഹത്തിലെ ഒരു നീതിമാനാണ് ശനിദേവൻ. ഇത് ഈ പുരാണ കഥയിലല്ല, അതിനു മുമ്പ് തന്നെ ഉള്ളതാണ് കർമ്മഫലം അനുഭവിക്കുമെന്നുള്ളത്. അത് നമ്മുടെ വേദപുരാണങ്ങളുടെ ഒരു സത്ത തന്നെയാണ്. ദശരഥ മഹാരാജാവ് നായാട്ടിന് പോയ അവസരത്തിലാണ് ആന തുമ്പുകൈയിൽ വെള്ളം എടുക്കുന്നു എന്ന തെറ്റിദ്ധാരണയിൽ ഒരു മുനികുമാരനെ അമ്പെയ്ത് കൊന്നത്. ആ മുനികുമാരൻ സഹിച്ചു, ക്ഷമിച്ചു, അറിയാതെ ചെയ്തതാണ്. പക്ഷെ മുനികുമാരൻ്റെ അന്ധരായ മാതാപിതാക്കൾ അവരോട് ക്ഷമിച്ചില്ല. പുത്രദുഃഖം കൊണ്ട് നിങ്ങളും മരിക്കുമെന്ന് പറഞ്ഞവർ ചിതയിൽ ചാടി മരിക്കുകയാണ്. ഇപ്പം രാജാവായാലും പ്രജയായാലും മുതലാളിയായാലും തൊഴിലാളിയായാലും കർമ്മഫലം ആരായാലും അനുഭവിക്കും എന്നതാണ് നമ്മുടെ പുരാണങ്ങളുടെ വേദോപനിഷത്തുകളുടെ സത്ത. ആ സത്ത ശനിദേവനിലൂടെ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. ഇത് തന്നെയാണ് ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രത്തിലും ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് കർമ്മഫലം. എന്ത് ചെയ്യുന്നു അതിനുള്ള ഫലം. അപ്പം ശനിദേവൻ നമുക്കൊരു പാഠം തരുന്നു. എന്തെങ്കിലും കഷ്ടത തരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം തെറ്റ് തിരുത്തണം, നന്നായി വരണം എന്നതിൻ്റെ സൂചനയാണ് ശനി ദശയിലും കണ്ടകശനിയിലുമൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. പക്ഷെ ഇത്രയും നല്ല ഒരു ദേവനെ എങ്ങനെ ഈ ശത്രു ദേവനാക്കി മാറ്റി എന്നുള്ളതായിരുന്നു എനിക്ക് ആലോചിക്കുക. ഇതിൽ എഴുതാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനയാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠയുള്ള മഹാരാഷ്ട്രയിൽ സിംഗനിപുരം എന്ന ഗ്രാമത്തിൽ ആണ് ഇതിൻ്റെ പ്രതിഷ്ഠയുള്ളത്. ഏറ്റവും വലിയൊരു അമ്പലമാണ്. പക്ഷെ അവിടെ ഒരു നമ്മുടെ ഓച്ചിറയിലെ ബ്രഹ്മക്ഷേത്രം പോലെ മേൽക്കൂരയില്ല. എന്നാൽ എനിക്ക് മേൽക്കൂര വേണ്ടിയിരുന്നു. അവിടുത്തെ ഒരു വീടിനും വാതിലുകൾക്ക് താക്കോലുകളില്ല, വാതിലുകളേ ഇല്ല. ഒരു വീടിനും വാതിലുകളില്ല. കാരണം കള്ളന്മാരവിടെ വരില്ല. കള്ളന്മാർ വരുന്നെങ്കിലല്ലേ വീട് പൂട്ടണ്ടെന്ന്. സ്വർണവും രൂപയും എല്ലാം അവിടെ എല്ലാം ലക്ഷ്യമായിട്ട് വീടുകളിരുന്നില്ല. ഒരു പൈസ പോലും മോഷണം പോകില്ല. അഥവാ ഏതെങ്കിലും കള്ളം മോഷ്ടിക്കുകയാണെങ്കിൽ ഈ അതിർത്തി കിടക്കുന്നതിന് മുമ്പ് അയക്ക് മാനസിക പരിണാമം വന്ന് തിരികെ അത് അവിടെ കൊണ്ട് വയ്ക്കുന്ന ഒരിതാണ്. അതൊരു നല്ലൊരു സങ്കല്പമാണ്. കള്ളമില്ലാത്ത, കാപട്യമില്ലാത്ത, മറ്റാരോടും അസൂയയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, കലഹമില്ലാത്ത, കലാപമില്ലാത്ത, യുദ്ധമില്ലാത്ത ഒരു നാടിൻ്റെ സങ്കല്പം കൂടിയാണ് ശനിദേവനെ ഇത്. പിന്നെ ഇത് സംബന്ധിച്ച് ഒരുപാട് കഥകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പിന്നെ എന്നിട്ടും ഈ ശനിദേവനെ ഇങ്ങനെ ചിത്രീകരിച്ചു എന്നുള്ളത് അത് നമ്മുടെ പുരാണങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇന്ദ്രൻ എന്നൊരു ദേവനുണ്ട്, അദ്ദേഹം നല്ല ദേവനാണ്. പക്ഷെ ആ ഇന്ദ്രനെ കള്ളുകുടിയനും ശ്രീലംബടനുമായിട്ടാണ് ചിത്രീകരിച്ചത്. മറ്റാരുമല്ല, സായണൻ എന്ന മഹാപണ്ഡിതൻ. അദ്ദേഹം വേദവ്യാഖ്യാതാവാണ്. അദ്ദേഹം ഒരു രാജാവിൻ്റെ മന്ത്രിയാണ്. ആ രാജാവാണെങ്കിൽ പെണ്ണുകുടിയനും കള്ളുകുടിയനും ഇതെല്ലാമാണ്. അപ്പം തൻ്റെ രാജാവിനെ ഒന്ന് വെള്ളപൂശണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം കണ്ട ഒരു മാർഗം ഇതാണ്. നല്ലവനായ ഇന്ദ്രനെയും കൂടെ
ഈ രീതിയിലേക്ക് അങ്ങ് മാറ്റാം, കള്ളുടിയനാക്കാം. അപ്പം ഇന്ദ്രനതാകാമെങ്കിൽ പിന്നെ എൻ്റെ രാജാവിനെ ഇച്ചിരി ആകുന്നതിൽ എന്ത് തെറ്റ് എന്നാണ് അതിൽ കണ്ടത്. അതിനൊരു ഗ്രാമത്തിൽ ക്ഷാമം വന്നപ്പോഴത്തേക്ക് ഒരു വിഭജനം വന്നു, എല്ലാവരും എല്ലാ ജോലിയും ചെയ്യണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒക്കെ ഉണ്ട്, കൃഷി ചെയ്യാൻ, സംരക്ഷിക്കാൻ, കുട്ടികളെ പഠിപ്പിക്കാനും ഒക്കെ. അതിൽ എന്നും അറിവുള്ളവനാണ് ഏറ്റവും കൂടുതൽ സമ്പന്നൻ. ഇവിടെ അറിവുള്ളവൻ ബ്രാഹ്മണന് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വേദങ്ങളെ മാറ്റിമറിച്ചു വ്യാജ വ്യാഖ്യാനങ്ങളുണ്ടായി. അങ്ങനെയാണ് ജാതവർണ്ണവും ഐത്യവും തീണ്ടലും എല്ലാം നമ്മുടെ നാട്ടിലുണ്ടായത്. പക്ഷേ ഈ വ്യാജ വ്യാഖ്യാനങ്ങളിൽ നിന്ന് നമ്മുടെ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയൊക്കെ സത്യസന്ധമായ വ്യാഖ്യാനം കണ്ടെത്തുക എന്നുള്ളത്, അതിനുവേണ്ടി ഒരു ഗവേഷണവും മറ്റും ഇതുമൊക്കെ നടത്തേണ്ടതാണ്. പക്ഷേ എന്തായാലും നളിനി അത് നടത്തി ഇത് എത്തിയിരിക്കുന്നു. ഇത് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ബാക്കി കാര്യങ്ങൾ മറ്റ് പ്രാസംഗികര് ഇതിൻ്റെ പുസ്തകത്തിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കും. ഇനി 39ാമത്തെ പുസ്തകമേ ആയുള്ളൂ. ഇനിയും ഇതിൽ നളിനിയുടെ 2 പുസ്തകങ്ങൾ ഞങ്ങൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് രണ്ടും ആരോഗ്യ വിഷയങ്ങളിലുള്ളതാണ്. സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട രോഗ പ്രതിരോധ പ്രശ്നങ്ങളെക്കുറിച്ചും പിന്നെ രോഗങ്ങളെക്കുറിച്ചും. അദ്ദേഹം സൈക്കോളജിസ്റ്റാണ്, സൈക്കോളജിയിലാണ് അദ്ദേഹം കൂടുതൽ. രണ്ടുപേരും ഒരേ സമയം സർഗാത്മക സാഹിത്യകാരനും വൈജ്ഞാനിക സാഹിത്യകാരനുമാണ്. ഇനിയും കൂടുതൽ കൃതികൾ രചിച്ച് നമ്മുടെ ശ്രേഷ്ഠ ഭാഷയെ സമ്പന്നമാക്കാൻ ഈ ദമ്പതികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി. അടുത്തത് പുസ്തക പ്രകാശനമാണ്. പ്രകാശനം നിർവഹിക്കുന്നതിന് ഡോക്ടർ കമടിയാർ രാമേന്ദ്ര സാറിനെ ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങാൻ ശ്രീമതി ശാന്ത തുളസിധരൻ മാഡം. സഹോദരിമാർ എന്ന് വേണം ആദ്യം പറയേണ്ട. കാരണം സ്ത്രീകളാണ് ഇവിടെ കൂടുതൽ. ഒരു പേരിന് വേണ്ടി ഒരു ശ്രീകുമാറും എൻ്റെ അപ്പുറത്ത് വേറൊരാളും ഒക്കെ ഉള്ളു ഇവിടെ. സാധാരണ ഇവിടെ നിറഞ്ഞിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു ഇത്രയും സ്ത്രീകളുള്ളപ്പോൾ നീ എന്തിനാണ് വരുന്നത്? കാരണം ബാലേന്ദ്രൻ്റെ സഹപാഠിയാണ് എൻ്റെ ഭാര്യ. അപ്പം കുറേ നാളായിട്ട് ബാലേന്ദ്രൻ പറയുന്നു വിളിച്ചുകൊണ്ട് വരാത്തതെന്ന്. അപ്പം ഞാൻ ഇന്ന് വിളിക്കാമെന്ന് പറഞ്ഞാൽ ഇനി വൈകുന്നേരം കൊടുങ്കാറ്റും പേമാരിയൊക്കെ ആണെങ്കിൽ എനിക്ക് ഭാര്യയോട് വലിയ സ്നേഹമാണ്, എന്നോടില്ലെങ്കിൽ. അതുകൊണ്ട് ഇനി ജലദോഷം പിടിച്ചാൽ ഞാനല്ലേ കൊണ്ടു നടക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേറൊരു ദിവസം ആകട്ടെന്ന് പറഞ്ഞു. ഇറങ്ങിയപ്പോൾ പറയണം കണ്ടോ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന കണ്ടോ എന്ന് ചോദിച്ചെൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു അതിന് വേറൊരു കാര്യമുണ്ട്, ശനീശ്വരൻ്റെ വേലയാണിത് എന്ന്. അത് അങ്ങനെയാണ്. ഞാനിവിടെ വന്നിരുന്നിട്ടിപ്പോൾ ഇത് കിഴക്കാണല്ലോ, കിഴക്കോട്ട് തിരിഞ്ഞാണ് ഇരുന്നത്. കാരണം ഈ ശാന്ത തുളസീധരൻ എന്ന് പറയുന്ന കവി ഒരു ഭയങ്കരിയായത് കാരണമാണ് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു ശനി പിടിച്ചോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല, അവിടെ നീ വെയിൽ ഇങ്ങനെ വന്ന് മുഖത്തടിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത്. എന്നോട് വിരോധമുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് ശനി പിടിച്ചോ എന്നൊക്കെ ചോദിച്ചത്. പക്ഷേ ശരിക്കും ശനി പിടിച്ചു എന്നുള്ളതാണ് സത്യം. കാരണം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് ചുമയ്ക്കുന്നു, മൂക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു മാറ്റുന്നു. കോവിഡിൻ്റെ സമയമാണ്. ഈ അപ്പൂപ്പനായ എന്നെ ഉപദ്രവിക്കാനുള്ള രീതിയിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ എന്തായാലും സീറ്റ് മാറിയിരിക്കാൻ പോവുകയാണ് ഇനി കുറച്ച് നേരത്തേക്ക്. അപ്പോൾ അതിരിക്കട്ടെ, സമയമില്ല. കാരണം ഇനി ഇത്രയും പേരോട് സംസാരിക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കെട്ടുകെട്ടി പോകേണ്ടതുമാണ്. അതുകൊണ്ട് ഞാൻ സംസാരിച്ച സമയം കളയുന്നില്ല. ഞാൻ ഈ കോളേജുകളിൽ പ്രീ ഡിഗ്രി മുൻപുണ്ടായിരുന്നല്ലോ. അപ്പോൾ പ്രീ ഡിഗ്രി ഉള്ള സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ പേപ്പർ വാല്യുവേഷൻ, ഇപ്പോഴും പേപ്പർ വാല്യുവേഷൻ അങ്ങനെയുണ്ട്. പരീക്ഷ കഴിഞ്ഞ് കുട്ടികളുടെ പേപ്പർ വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അന്നത്തെ ചോദ്യ പേപ്പറിൽ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, ആശയം വിശദമാക്കുക എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. 2 മാർക്കേ ഉള്ളതിന്. അതിനൊരു കുട്ടി
ഇങ്ങനെ ഇത് നോക്കി വന്നപ്പോൾ ആൺകുട്ടിയാണെന്നോ പെൺകുട്ടിയാണെന്നൊന്നും നിശ്ചയമില്ല. നോക്കി വന്നപ്പോൾ ആശയം വിശദമാക്കുക. മടിയൻ മല ചുമക്കും. ഇതിനെ വിശദമാക്കേണ്ടതാണ്. ഒന്നൊരു ചെറിയ ഒരു ഘടിക എഴുതിയാൽ മതി. അപ്പോൾ ഈ കുട്ടി അതിന് ഉത്തരം എഴുതിയിരിക്കുന്നത് ആദ്യം മടിയൻ മല ചുമക്കുകയില്ല എന്നാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും തോന്നില്ല, ആരും എഴുതാത്ത ഒരു ഉത്തരം എഴുതിയിരിക്കുന്നു. മടിയൻ മല ചുമക്കുകയില്ല, എന്നാൽ എല്ലാവരും കൂടി നിർബന്ധിച്ചാൽ ചുമന്നിരിക്കും. ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളിത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ചിരി വന്നു, എനിക്കത് കൂടുതൽ അത് വായിക്കാനൊരു രസം വന്നു. ഞാൻ ബാക്കി കൂടി വായിച്ചു. വായിക്കണമല്ലോ, പേപ്പർ വാല്യൂഷനല്ലേ. വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് ഒരു ചെറിയ കല്ലെടുക്കാൻ പറഞ്ഞാൽ പോലും അനുസരിക്കാത്തവനാണ് മടിയൻ. അങ്ങനെയുള്ള മടിയനോട് മല ചുമക്കാൻ പറഞ്ഞാൽ അയാൾ ചുമക്കുകയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുകയാണ്. സാർ അത് കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. അത് ഇങ്ങനെ ഒരു പാരഗ്രാഫ് നന്നായിട്ട്, അതായത് പുതിയൊരു ഡൈമെൻഷനിൽ ഉള്ള ചിന്തയാണ് അവിടെ വന്നിരിക്കുന്നത് ഈ കുട്ടിക്ക്. അപ്പോൾ ഞാൻ ചെയ്തു, അത് മുഴുവൻ വായിച്ചിട്ട് എനിക്ക് രസകരമായിട്ട് തോന്നി. എന്തായിരുന്നാലും ഒരു ബുദ്ധി ഇല്ലാത്ത കുട്ടിയല്ല, വേറൊരു രീതിയിൽ പ്രവർത്തിക്കുന്ന ബുദ്ധിയോടുകൂടിയ ഒരു കുട്ടിയാണ് എന്ന് കണ്ടിട്ട് ഞാനതിന് മുമ്പ് ഒരു ദിവസം ഈ കഥ ONV ഉള്ള ഒരു മീറ്റിങ്ങിൽ പറഞ്ഞു, ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു മീറ്റിങ്ങിൽ ഇത് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയപ്പോൾ രാമേന്ദ്ര ഇതിന് മാർക്ക് കൊടുത്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു രഹസ്യമായിട്ട് പറയാൻ സാറേ, ഞാൻ മാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. കാരണം ഇതിൻ്റെ ചീഫുണ്ട്, നമ്മുടെ ഈ വാല്യൂഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ചീഫുണ്ട്. ചീഫ് ഇത് വീണ്ടും പരിശോധിച്ചാൽ എന്നെ വരട്ടും, അത് വേറെ കാര്യം. പക്ഷെ ചീഫ് അത് നോക്കാത്തത് കൊണ്ട് അങ്ങ് രക്ഷപ്പെട്ടു പോയി. 2 മാർക്ക് ആ കുട്ടിക്ക് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പം പറഞ്ഞാൽ എന്നെ ആരും ഒന്നും ചെയ്യില്ല. പക്ഷെ അതിപ്പം സൂക്ഷിക്കണമല്ലേ, ഇനിയിപ്പം പറഞ്ഞാൽ എന്നെ ആരും ചെയ്യില്ല എന്നുള്ള ഈയിടയ്ക്ക് ഒരു പിടി വീണില്ലേ, ആര്? ജി സുധാകരന് പിടി വീണോ, കവടിയാർ രാമേന്ദ്രനെ ഇനി അറസ്റ്റ് ചെയ്യുമെന്നുള്ളതൊന്നും അറിയില്ല യൂണിവേഴ്സിറ്റിക്കാർ. എന്തായാലും അതിരിക്കട്ടെ. ഞാനിത് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇത്തരം പുതിയ രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് ശനീശ്വരൻ വായിക്കുന്നത് നമ്മൾ. മനസ്സിലായില്ലേ? ശനീശ്വരനെ കുറിച്ച് നമുക്ക് ഒരു ധാരണയുണ്ട്, പ്രതിഷ്ഠ നേടിയ ഒരു ധാരണയുണ്ട്. മിക്കവാറും എല്ലാവർക്കും അറിയാം. കാരണം സാധാരണക്കാർക്ക് പോലും അറിയാം. നിനക്ക് ശനി പിടിച്ചോടെ എന്ന് ചോദിക്കും. ഈ 7 ശനി, പിന്നൊരു ശനിയുണ്ടല്ലോ, കണ്ടക ശനി എന്നൊക്കെ പറയുന്ന ഈ ശനിയെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. ഞാൻ കുറേ നാൾ മുമ്പ് 10-25 വർഷം മുമ്പ് ഒരു വീട് വയ്ക്കാൻ തുനിഞ്ഞപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ, മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുത്തനെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബന്ധു കൂടിയാണ്, പ്രൊഫസർ, വലിയ ജ്യോത്സ്യനാണ്. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, ഞങ്ങൾ ബന്ധു കൂടിയാണ്. അതുകൊണ്ട് ഞാൻ വീട് വയ്ക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നിൻ്റെ നക്ഷത്രമൊക്കെ പറയാൻ പറഞ്ഞു. അപ്പോൾ നക്ഷത്രമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പിറ്റേ ദിവസം ഞാൻ നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വന്ന് പറഞ്ഞു ഒരു 6 മാസം കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താണ്? 6 മാസം കഴിഞ്ഞാൽ നിനക്ക് ശനി തുടങ്ങും. ആ സമയത്ത് ഞാൻ പറഞ്ഞു ആ സമയത്താണ് വീട് വയ്ക്കേണ്ടത്. കാരണം നീ ഇനി അനുഭവിക്കാൻ പോണ ദുരിതം വേറൊന്നുമില്ല. ഈ കൊത്തന്മാരെയും കൺട്രാക്ടർമാരെയും പുറകെയൊക്കെ നടന്ന് സിമൻറ്റ് അന്വേഷിച്ച് നിൻ്റെ ഊപ്പാട് വരും. ഒടുവിൽ പൈസ ഇല്ലാതായി. അതുകൊണ്ട് ഈ ശനിയുടെ ദോഷം മുഴുവൻ ഈ വീട് വയ്പ്പിൽ തീർന്നോളും. അതുകൊണ്ട് അങ്ങനെ ആ സമയത്ത് ദോഷമുള്ള സമയത്ത് അങ്ങ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ശനിയെക്കുറിച്ച് ഒരു ദോഷകാരനാണ് എന്നുള്ളത് ഞാൻ ഇതുകൂടി വന്നപ്പോൾ ഞാൻ ഇന്ന് ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയെ എടുത്തൊന്ന് നോക്കി വന്നപ്പോൾ അതിനകത്ത് തമോ ഗുണമുള്ള ഒരു ഗ്രഹം എന്നാണ് പറയുന്നത്. ദോഷകാരിയാണിവൻ എന്നാണ് ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള വേറൊന്നും കൂടി പറയുന്നുണ്ട്. നേരത്തെ ഇപ്പോൾ പറഞ്ഞില്ലേ, ഈ സൂര്യൻ്റെ ഈ ഛായയുടെ തോഴിയിലുണ്ടായ മകനാണ് ശനി എന്നുള്ളത് പറയും. പക്ഷെ ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള അത് പറയുന്നില്ല. പറയുന്നത് അച്ഛൻ സൂര്യനും അമ്മ ഛായയും എന്നാണ് പറയുന്നത്.
അച്ഛൻ സൂര്യനും അമ്മ ഛായയും എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പുരാണങ്ങളെക്കുറിച്ച് നമുക്കാർക്കും നേരത്തെ ശ്രീ ബാലേന്ദ്രൻ പറഞ്ഞതുപോലെ ഒന്നും അന്തിമമായിട്ടൊന്നും പറയാൻ ഒരുപാട് കഥകൾ ഇപ്പം ഗണപതിയെക്കുറിച്ച് തന്നെ ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ. ഗണപതിയുടെ ഈ തല ഇദ്ദേഹത്തിൻ്റെ ദൃഷ്ടി ശനിയുടെ ദൃഷ്ടിദോഷം കൊണ്ടാണ് ഒന്ന് നോക്കാൻ പറഞ്ഞു പാർവതി, പരമശിവനും പറഞ്ഞു. അപ്പോൾ ക്യൂ നിന്നാണ് വന്നത്. അവസാനമാണ് ശനി വന്നത്. ശനി നോക്കിയപ്പോൾ ശനി നോക്കിയില്ല, തിരിഞ്ഞു നിന്നിട്ട് കുട്ടിയോട് എന്തെന്നോ പറഞ്ഞു. കുട്ടിയെ അനുഗ്രഹിക്കുക എന്ത് ചെയ്തു. അപ്പോൾ ശിവൻ പറഞ്ഞു നേരെ നോക്കി അനുഗ്രഹിക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞില്ല, ഇങ്ങനെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. പാർവതി നിർബന്ധിച്ചപ്പോഴാണ് തിരിഞ്ഞങ്ങ് നേരെ നോക്കി അങ്ങ് അനുഗ്രഹിച്ചേക്കും. അപ്പോൾ തല അറ്റു വീഴുക മാത്രമാണോ, അപ്പോൾ തന്നെ ഭസ്മമാവുകയും ചെയ്തെന്നാണ്. ഇതാണ് പുരാണ കഥ. അങ്ങനെയാണ് പിന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്ന അമ്മയെയും കുട്ടിയെ അന്വേഷിച്ച് നടക്കുന്നതും ഭൂതഗണങ്ങളെ അന്വേഷിക്കാൻ വിടുന്നതും. പിന്നെ അവിടെ പോയി അന്വേഷിച്ച് ഒരു ആനയാണ് കിട്ടിയത്. പിടിയാനയും കുട്ടിയും തിരിഞ്ഞ് കിടന്നപ്പോൾ അതിൽ ആനയെ കുട്ടിയെ കൊണ്ടുവന്ന് തല അറുത്തിട്ട് അതിനെ ഗണപതിക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തു എന്നാണ്. അപ്പോൾ ഒറിജിനൽ മുഖം നല്ല മുഖമായിരുന്നു. അതുകൊണ്ട് ഈ നമ്മുടെ പഴയ സ്പീക്കറൊന്നും വെറുതെ ആവശ്യമില്ല എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നല്ല മുഖമുള്ള ഒരു നല്ല കുട്ടിയായിരുന്നു. പാർവതിക്ക് ഏറ്റവും സ്നേഹമുള്ള ഗണപതിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ കഥകളുടെ ഒരു പോക്ക്. എന്തെല്ലാം കഥകളാണ്. ഇപ്പോൾ ഈ വാസ്തവത്തിൽ എനിക്ക് ഈ ശനീശ്വരനെ കുറിച്ച് കൂടുതലെന്ന് പറഞ്ഞുകൂടെ. ഇത് ഇങ്ങനെ ഒരു പുതിയ ഡൈമെൻഷന് ശനിക്കൊരു പുതിയ മാനം നൽകിയിരിക്കുകയാണ്. അത് വളരെ അധികൃതമായിട്ടാണ് നൽകിയിരിക്കുന്നത്. വെറുതെ എന്തെങ്കിലും കയറി വിശ്വാസം കൊണ്ട് അല്ലെങ്കിൽ അന്ധവിശ്വാസം കൊണ്ട് ഓരോന്ന് പറയുകയല്ല ചെയ്യുന്നത്. ആധികാരികമായി അതിനകത്ത് ഇതാണ്, ഇതിന് എവിടെയാണ് ഇതിന് ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ ഇന്നിടത്താണ്, ഇന്നത് അവലംബിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന മട്ടിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതുപോലെ ഇത്തരം കഥകളെന്ന് പറയുന്നത് നമ്മുടെ ഈ പുരാണങ്ങളിലാകെ വ്യാപിച്ചു കിടക്കും. മഹാഭാരതത്തിൽ അറിയാമല്ലോ, മുഖ്യ ആഖ്യാനത്തെ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ കൗരവ പാണ്ഡവാദികളുടെ ആ കഥയിൽ നിന്ന് മാറി നോക്കുമ്പോഴേക്കും ഉപാഖ്യാനങ്ങളാണ് അധികം. എന്തെല്ലാം കഥകളാണ്. മനുഷ്യ ജീവിതത്തിനാവശ്യമായ സകലമാന കഥകളും അതിനകത്തുണ്ട്. ഒരു സിംഹം, ഓരോ കഥയിലും വലിയ ഗുണപാഠങ്ങളാണ് അതിനകത്ത് തിരികെ വെച്ചിരിക്കുന്നത്. ഒരു സിംഹം ഒരു വൃദ്ധനെ ഇങ്ങനെ ഓടിച്ചു പോയി ഇയാളൊരു അപ്പോൾ അന്തം വിട്ട് ഓടുകയാണ്, ജീവനെ ഭയന്ന് ഓടുന്നതാണ്. നമ്മൾ പട്ടി ഓടിക്കുമ്പോൾ നമ്മളെ ഓട്ടം കാണണം. അതുപോലെ അതിനകത്ത് സിംഹമാണ് വരുന്നത്. സിംഹം ഓടിച്ച് നേരെ ഈ പൊട്ടക്കിണറ്റിൽ വീഴുകയാണ് ഈ വൃദ്ധൻ. ഈ പൊട്ടക്കിണറ്റിൽ വീഴുന്ന വൃദ്ധൻ നമുക്ക് ഈ വൈക്കത്തുരുമ്പിനെയും കയറി പിടിക്കുമെന്നാണല്ലോ. എന്തിലോ ഒരു പിടി കിട്ടി നോക്കിയപ്പോൾ ഒരു ചെടിയിലാണ്, കുറച്ച് ബലമുള്ള വേരുള്ള ചെടിയാണ്. അതിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുന്നു. സിംഹം റെഡിയായിട്ട് കിണറിൻ്റെ ഈ കരയിൽ വന്ന് നിൽക്കുകയാണ്. ഇയാൾ കയറി വരുമ്പോൾ തട്ടാന്ന് കരുതി അടിയിലോട്ട് നോക്കിയപ്പോൾ സർപ്പങ്ങൾ തലയോർത്ത് നിൽക്കുകയാണ്. അപ്പം എന്തായിരുന്നാലും മരണം സുനിശ്ചിതം. മുകളിലേക്ക് കയറിയാൽ സിംഹം തട്ടും, താഴോട്ട് പോയാൽ സർപ്പം കൊത്തും. മരണം സുനിശ്ചിതമായി. ആ സമയത്താണ് ഇയാളിങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പോൾ, വ്യാസൻ അവതരിപ്പിക്കുന്നതാണെന്ന് ആലോചിക്കണം. മുകളിലേക്ക് നോക്കിയപ്പോൾ ഈ ചെടിയുടെ അറ്റത്ത് ഒരു പൂവ്, ആ പൂവിൽ നിന്ന് തേൻ ഇറ്റ് വീഴുകയാണ്. ഇയാൾ എന്ത് ചെയ്തെന്നറിയാമോ? ഇയാൾ തല നീട്ടി നാവ് നീട്ടി ഈ തേൻ നുണയുകയാണ്. ഇത്രയേ ഉള്ളൂ കഥ. അവിടെ കഥ അവസാനിക്കുന്നു. പക്ഷെ ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരു അർത്ഥപ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് വ്യാസൻ അതിൽ. കാരണം ഏതൊരവസ്ഥയിലാണ് ഒരു ജാപ്പനീസ് ചിത്രമൊക്കെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അതിൽ ഇതുപോലെ ഒരു രംഗം അതിനകത്ത് ഒരു സിനിമയിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇത് ഏതൊരവസ്ഥയിലും മരണം അഭിമുഖമായി നിൽക്കുമ്പോൾ പോലും മനുഷ്യന് വീണ്ടും വീണ്ടും ജീവിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹം അവനിൽ നിന്ന് കെട്ടുപോകുന്നേ ഇല്ല എന്ന മഹാതത്വമാണ് വേദവ്യാസൻ അവിടെ അവതരിപ്പിക്കുന്നത്. ഇതുപോലെ എത്ര കഥകളാണ്. കഥകളുടെ ഒരു പ്രപഞ്ചമാണ് മഹാഭാരതത്തിലുള്ളത്.
ഒരു കാറൽ മാർക്സും ഇല്ല, വേദവ്യാസനും കാറൽ മാർക്സും എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഇവിടുത്തെ ഒരു നല്ല വിവരമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി തിരുവനന്തപുരത്ത് ഒരു പ്രസംഗം നടത്തി. വിഷയം കൊടുത്തിട്ട് പലരും പ്രസംഗിക്കുകയാണ്. അതിലാണ് ഈ പ്രസംഗം നടത്തിയത്. അതിൻ്റെ വിഷയം ഇതായിരുന്നു, വേദവ്യാസനും കാറൽ മാർക്സും എന്നായി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് കേൾക്കാൻ വലിയ താല്പര്യം തോന്നും. ഞാനും പോയിരുന്ന് അത് കേട്ടുകൊണ്ടിരുന്നു. നല്ല അസൽ പ്രസംഗമായിരുന്നു, നല്ല പ്രഭാഷണമായിരുന്നു. അതിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന ഈ മഹാഭാരതത്തിലെ ഒരു കഥയുണ്ട്. അതാണ് സ്വർണ്ണക്കീരിയുടെ കഥ. മഹാഭാരതത്തിൻ്റെ അവസാനമുള്ള വായിച്ചു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. സ്വർണ്ണക്കീരിയുടെ കഥ. സ്വർണ്ണക്കീരി എന്ന് പറഞ്ഞാൽ കീരി ആദ്യം സ്വർണ്ണമൊന്നും ആയിരുന്നില്ല. അതിങ്ങനെ അലഞ്ഞ് നടന്ന് പോയപ്പോഴത്തേക്കും കുറേ ഈ ധാന്യപ്പൊടി ഇങ്ങനെ കിടക്കുന്നത്, മധുരമൊക്കെ, ചെറിയ മധുരമൊക്കെ ഉണ്ട്. അതിങ്ങനെ സ്വാഭാവികമായിട്ട് വിശന്ന് അത് തിന്നുമല്ലോ. കീര അതിങ്ങനെ നക്കി തിന്നുകൊണ്ടിരുന്നു. അത് കുറേ കഴിഞ്ഞപ്പോൾ ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ ഏതാണ്ട് പകുതി ഭാഗവും സ്വർണ്ണമായി. ഇതെന്താണെന്നൊരു പിടിയും കിട്ടിയില്ല. വീട്ടിൽ ചെന്നപ്പോൾ പിള്ളേർക്ക് മനസ്സിലാകുന്നില്ല, ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല കീരിയെ. കീരിക്കാകെ വിഷമമായി. പിള്ളേരെ അച്ഛാന്ന് വിളിക്കുന്നില്ല, ഭാര്യ ചേട്ടാന്ന് വിളിക്കുന്നില്ല. ഇതാണ് ഒരു അവസ്ഥ. അപ്പോൾ ഇതൊന്ന് മാറ്റിയെടുക്കണം. ഈ സ്വർണ്ണ നിറം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി കീരി ഇങ്ങനെ അലഞ്ഞു നടന്നു. ഒരു മുനിയോട് ചോദിച്ചു, ഇതൊന്ന് മാറിക്കിട്ടാൻ എന്താണ് മാർഗം എന്ന് അന്വേഷിച്ചിട്ട് മുനി പറഞ്ഞു, അവിടെ ഇങ്ങനെ അശ്വമേധം, പാണ്ഡവർ യുദ്ധമെല്ലാം ജയിച്ച് അശ്വമേധം കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു സമയമാണ്. അവിടെ ഈ മുനിമാർ, വേദജ്ഞന്മാർ പോയി ഇത് യാഗമൊക്കെ കഴിഞ്ഞിട്ട് കൈ കഴുകുന്ന ഒരു ചെറിയ കുളമുണ്ട്. അവിടെ പോയി നീ ഒന്ന് മുങ്ങി നോക്കണം, അപ്പോൾ ഇത് മാറിക്കിട്ടും. മഹാപുണ്യം നടന്ന യാഗശാലയിൽ നിന്ന് വന്ന വേദജ്ഞർ കൈ കഴുകിയ ഭാഗവർ. അപ്പോൾ ഈ ഇത് തന്നെ അന്വേഷിച്ച് നടന്ന് അത് കണ്ടുപിടിച്ച് കീരി അവിടെ പോയി മുങ്ങും. ഇത് തിരിച്ചു കയറി ഈ ദേഹത്ത് നോക്കുമ്പോൾ സ്വർണ്ണം തന്നെ, അതിനൊരു മാറ്റവുമില്ല. കുറേ നേരം മുങ്ങി കയറി നിവർത്തിയില്ലാതെ നേരെ യാഗശാലയിൽ ചെന്ന് വേദജ്ഞാനന്മാരെ മുഴുവൻ കീരി ഭർഷിച്ചു. എന്തിന് ഈ യാഗം നടത്തുന്നു, ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം ചീത്തയൊക്കെ പറഞ്ഞിട്ട് കീരി അങ്ങ് പോയി. ഇതവതരിപ്പിക്കുന്നത് ഈ എന്തുകൊണ്ട് ഈ ശരീരത്തിൽ കീരിയുടെ ശരീരത്തിൽ ഈ സ്വർണ്ണ നിറം വന്നു എന്നതാണ് വേദവ്യാസൻ പിന്നെ പറയുന്നത്. അതായത് ഒരു കുടുംബം, ഒരു ബ്രാഹ്മണ കുടുംബം, ആ കുടുംബത്തിൽപ്പെടുന്ന 5 പേര്, മകൻ, ഭാര്യ, 4 പേര്, മകൻ, ഭാര്യയും അച്ഛനും അമ്മയും. ഇവർ ഈ നെല്ലൊക്കെ എവിടെ നിന്നെങ്കിലും ചെന്ന് സമ്പാദിച്ച് അത് പെറുക്കിയെടുത്ത് കൊണ്ടുവന്ന് അത് ആണ് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത്. അപ്പോൾ 4-5 ദിവസം ഇങ്ങനെ അലഞ്ഞു നടന്നപ്പോഴാണ് കുറേ നെന്മണികൾ കിട്ടിയത്. അതെല്ലാം കൊണ്ടുവന്ന് ഇടിച്ച് ധാന്യപ്പൊടിയാക്കി 4 പേരും കൂടി കഴിക്കാനിരിക്കുമ്പോഴാണ് ഒരു വൃദ്ധൻ അവിടെ എത്തുന്നത്. വൃദ്ധൻ എത്തിയിട്ട് പറയും, എനിക്ക് വിശന്ന് വയ്യ, എനിക്ക് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ആദ്യം കൊടുക്കാമെന്ന് പറഞ്ഞു. വേണ്ട, ഭാര്യ പറഞ്ഞു ഞാൻ കൊടുത്തോളാം. അടുത്ത ഭാര്യ അങ്ങനെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞത്. നിങ്ങൾ കൊടുക്കണമെങ്കിൽ കൊടുക്കും, എനിക്ക് വിശന്നിട്ട് വയ്യ എന്ന് പറയുന്നവരുമുണ്ട്. ഭർത്താക്കന്മാരിലും ഉണ്ട്, എല്ലാറ്റിലും ഉണ്ട്. ഞാൻ നിങ്ങളൊന്നും കുറ്റം പറയുന്നു. ഭാര്യ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് മകൻ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു, അവരുടെ മകൻ്റെ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു. വേണ്ട എന്ന് പറഞ്ഞ് മരുമകൾ. അങ്ങനെ ഓരോരുത്തരായിട്ട് തർക്കിച്ച് 4 പേരുടെ ഭക്ഷണം കഴിക്കുന്നവരെയും ഈ വൃദ്ധൻ വിശപ്പ് മാറി എന്ന് പറഞ്ഞില്ല. 4ാമത്തെ ആളിൻ്റെ കഴിച്ചു കഴിഞ്ഞ് വൃദ്ധൻ പറഞ്ഞു, ഇപ്പം വിശപ്പ് മാറി, ഇനി ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞത്. വാസ്തവത്തിൽ ഇവരെ പരീക്ഷിക്കാൻ വേണ്ടി വന്നത് സാക്ഷാൽ ധർമ്മരാജനായിരുന്നു കാലൻ. ഇവരെ പരീക്ഷിച്ചിട്ട് നിങ്ങളാണ് ശരിക്കും ഉടലോടെ സ്വർഗത്തിലേക്ക് പോകേണ്ടവർ എന്ന് പറഞ്ഞിട്ട് ഇവരെ കൊണ്ടുപോകുന്നതാണ് കഥ. അപ്പോൾ ഈ അരിപ്പൊടിയുടെ കാര്യം, അത് അവർ കഴിച്ചതിൻ്റെ ഉച്ഛിഷ്ടമാണ്, ഈ വൃദ്ധൻ കഴിച്ചതിൻ്റെ ഉച്ഛിഷ്ടമാണ് അവിടെ കിടന്നത്. അതാണ് ഈ സ്വർണ്ണക്കീരി വന്ന് ഇത് തിന്നുന്നതിനിടയിൽ എൻ്റെ ശരീരത്തിൽ പുരണ്ടതും ഇതിൻ്റെ നിറം സ്വർണ്ണമായതും എന്നാണ് കഥ. അവിടെ അവസാനിക്കുകയാണ്.
ഇതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, ഇത് അശ്വമേധത്തേക്കാൾ എത്രയോ വലുതാണ് അന്നദാനം എന്നത് സമർത്ഥിക്കാൻ വേണ്ടിയാണ് വേദവ്യാസൻ ഈ കഥ അവതരിപ്പിക്കുന്നത്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രി അവിടെ പറഞ്ഞിട്ട് പറഞ്ഞു, വേദവ്യാസൻ എത്രയോ കാലം മുൻപ് കാറൽ മാർക്സ് കാണുന്നതിന് മുൻപ് കണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞ് സമർത്ഥിച്ചത്. ഞാനിത് പറയാൻ കഴിയുമെന്ന് പറഞ്ഞാൽ, ഇത്തരം കഥകൾ, ഈ ശനീശ്വര കഥകളിലൊക്കെ, അതിൽ ഈ നളയരഥത്തെക്കുറിച്ച് പറഞ്ഞതിലൊക്കെ ഒരു പുതിയ പാഠമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ അങ്ങനെയല്ല, നളയരഥം 10-30 വർഷം നളയരഥം ഒരു ഈ ക്ലാസ്സുകളിൽ നിരന്തരമായി എല്ലാ വർഷവും പഠിപ്പിച്ചവരാണെന്നുള്ള നിലയിൽ അതിനകത്തൊക്കെ ഇപ്പോൾ ഡോക്ടർ എഴുതിയിരിക്കുന്നതിൽ കുറച്ച് മാറ്റമൊക്കെ ഞാൻ കാണുന്നു. അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. കഥകളിൽ എവിടെയും മാറ്റങ്ങളുണ്ടാകും. എന്തായിരുന്നാൽ പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് നല്ല തെളിഞ്ഞ ഭാഷയിലാണ്. ഏതൊരു കൊച്ചുകുട്ടിക്കും വായിക്കണമെന്ന് തോന്നത്തക്കവണ്ണം, വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ തെളിഞ്ഞ ഭാഷയെക്കുറിച്ച് പറഞ്ഞാൽ, ഭാഷ എഴുത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതിൻ്റെ മീഡിയം എന്ന് പറയുന്നത് ഭാഷയാണ്. മീഡിയ എന്ന് പറയുന്നത് ഭാഷയാണ്, മാധ്യമം ഭാഷയാണ്. ആ ഭാഷ പോയാൽ കൈകൊണ്ട് തൊടില്ല മനുഷ്യൻ. അപ്പോൾ ഏറ്റവും പ്രധാനം അത് കവിതയായാലും, ഇപ്പോൾ ശാന്താ തുളസീധരൻ എഴുതുന്ന കവിതയായാലും, വേറൊരാൾ എഴുതുന്ന നോവലായിരുന്നാലും കഥയായിരുന്നാലും, ഇതൊക്കെ നല്ല തെളിഞ്ഞ ഭാഷയിൽ, ആളുകളെ അന്ധാളിപ്പിക്കാത്ത ഭാഷയിൽ എഴുതിയെങ്കിൽ മാത്രമേ ആ പുസ്തകം ചിലവാകൂ, ആ പുസ്തകം ആളുകൾ കൈകൊണ്ട് തൊടു വായിക്കും. അങ്ങനെ തെളിഞ്ഞ ഭാഷയിൽ എഴുതിയതിന് കൂടി എനിക്ക് പ്രത്യേക അഭിനന്ദനം ഡോക്ടറോടുണ്ട്. പിന്നെ ഇവരുടെ നേരത്തെ തമാശ സാറും ഈ ബാലചന്ദ്രനൊക്കെ പറഞ്ഞില്ലേ, ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു എന്നുള്ളതാണ് ഈ പൊരുത്തം. ഒരാൾ പാലക്കാട്, വേറൊരാൾ കണ്ണൂരും. അപ്പം കൊച്ചിലൊന്നും കണ്ടിരിക്കാൻ വഴിയില്ല അല്ലേ? അപ്പോൾ ഇനി എന്ത് പ്രേമമാണോ, ഏതായാലും വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവർ തമ്മിൽ പ്രേമമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഈ ദാമ്പത്യ പ്രേമമുണ്ടല്ലോ, ദാമ്പത്യ പ്രേമത്തിൽ ഏറ്റവും നമ്മൾ കേട്ടിട്ട് ശരി, ആളിനെ കാണണ്ട, സാഹിത്യകാരിയായിരുന്നാൽ മതി എന്നാണ്. അതാണ് സാഹിത്യത്തോടുള്ള സ്നേഹം. എന്തായിരുന്നാലും വലിയ പൊരുത്തമായിപ്പോയി. ഇതാ നമുക്ക് അസൂയ തോന്നുന്നില്ലേ? എനിക്ക് അസൂയ തോന്നുന്നുണ്ട്. ഏതായിരുന്നാലും ഇനിയും കൂടുതൽ കഥകളും നോവലുകളും ഈ പുരാണ കഥകളും ഒക്കെ ഇരുവരും എഴുതട്ടെ. അതെല്ലാം പുസ്തകങ്ങളാക്കാൻ ശ്രീ ബാലചന്ദ്രനെ തന്നെ ഏൽപ്പിക്കട്ടെ. അതെല്ലാം അതിനെക്കുറിച്ചൊക്കെ പറയും. സാധാരണ തമ്പാൻ സാർ ഇങ്ങനെയല്ല, ഒരു പുസ്തകം കയ്യിൽ കിട്ടിയാൽ വന്ന് അതിൻ്റെ നൂലാമാലകൾ മുഴുവൻ പറയും. അത് കൂടെ ഇരിക്കുന്നവർക്ക് പിന്നെ ഒന്നും പറയാനില്ല. മനസ്സിലായി? എന്തോ അല്ല, ഭാര്യ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല. അല്ലേ, തമ്പാൻ സാറിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്, അതൊന്നും ഇപ്പം പറയുന്നില്ല. ഞാൻ വിചാരിച്ച് തമ്പാൻ സാർ വരുമ്പോൾ പിന്നെ അവിടെ വേറെ സംസാരിക്കേണ്ടി ഒന്നും വരില്ല, ബാക്കി എല്ലാം തമ്പാൻ സാർ അങ്ങ് പറഞ്ഞോളും എന്ന് വിചാരിച്ചതാണ്. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, അത് ആ പുസ്തകങ്ങളെല്ലാം സദ്ഭാവനയെ തന്നെ ഏൽപ്പിക്കട്ടെ. സദ്ഭാവന ഏൽപ്പിക്കുന്ന പുസ്തകങ്ങളെല്ലാം ഞാൻ തന്നെ പ്രകാശനം ചെയ്യട്ടെ. നന്ദി, നമസ്കാരം.